ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് റൈസ് ഉണ്ടാക്കാം. അതിലേക്ക് ഒരു കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് മസാലക്കൂട്ടിടാം. ഈ മസാലക്കൂട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് 2 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇത് വലിയൊരു ഗ്ലാസ് അരിയാണ്. അത് ഇതിലേക്ക് ഇടണം. ഇതിലേക്ക് 1.5 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് ചൂടുവെള്ളം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഫുൾ ഫ്ലെയിമിൽ അടച്ച് വെക്കണം. ഇതിനകത്തോട്ട് ആവി വരുമ്പോഴാണ് നമ്മൾ വിസിലിടേണ്ടത്. ആവി വന്നു, നമുക്ക് സിമ്മാക്കിയിട്ട് നമുക്ക് വിസിലിടാം. സിമ്മാക്കണം. എന്നിട്ട് നമുക്ക് ടൈമർ 10 മിനിറ്റ് സെറ്റ് ചെയ്യാം. ടൈമർ 10 മിനിറ്റ് നമുക്ക് ഓൺ ചെയ്ത് വെച്ചേക്കാം. അത്രയും നേരം മതി ചോറ് വേവാൻ. പനീർ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട് അതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് നമുക്ക് വെക്കാം. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ പനീർ ക്യൂബ്സ് ഇട്ടിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഈ ചെമ്പിലേക്ക് എണ്ണ ഒഴിച്ച് ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക് ഇടാം. ഇതിലേക്ക് ഒരു സവാള ഇടാം. നീളത്തിലരിഞ്ഞ ഒരു സവാള. കുറച്ച് ഉപ്പും കൂടി ഇടാം. അത് നന്നായിട്ട് വഴടും. ഒരു ചെറിയ ഇഞ്ചിയും ഒരു 5 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ പനീർ ഫ്രൈ ആവും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തക്കാളി ഇടാം. എന്നിട്ട് ഇതൊന്ന് വീണ്ടും വഴറ്റി ഈ തക്കാളി ഒന്ന് അരിയണം. ഒരു തക്കാളി. ഇത് ഏകദേശം റെഡിയായി. ഇത് മതി. നമുക്കിത് മാറ്റി വെക്കാം. ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മസാല ഇത്രയും കൂടി ഇട്ടിട്ട് വഴറ്റാം. അതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. സിമ്മാക്കിയിട്ട് ഇതിനകത്തോട്ട് മേളിലൊരു ലെയർ നമുക്ക് ചോറിടണം. ലെയർ ഇങ്ങനെ ചോറിടണം. ചോറിട്ടിട്ട് അതിൻ്റെ മേളിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ഇടാം. പനീറും ചോലും ഇങ്ങനെ ഇടകലർത്തിയിട്ടിട്ട് നമുക്ക് വറുത്ത സവാളയും കൂടി അതിൻ്റെ മേളിലേക്ക് ഇടാം. എല്ലാം കൂടി ജസ്റ്റ് ഒരു 5 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം. 5 മിനിറ്റായി. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഉപ്പ് വേണമെങ്കിൽ ഒന്ന് വിതറി ഇടാം. പക്ഷെ നേരത്തെ ഇടണം. ഇപ്പം കുഴപ്പമില്ല. എൻ്റെ ഉപ്പ് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇത്രയേ ഉള്ളൂ. പനീർ ബിരിയാണി റെഡി. താങ്ക് യു.